ഏതാണ്ട് 200 വർഷങ്ങൾക്ക് മുമ്പ് ടിപ്പു സുൽത്താന്റെ പടയോട്ടത്തില് കൊലവിളിച്ച് ഹിന്ദുക്കളെ മതം മാറ്റാൻ ശ്രമിച്ച ടിപ്പു സുൽത്താന്റെ പടയോട്ടത്തില് പശു ഇറച്ചി തീറ്റിച്ചിട്ട് 10,000-കണക്കിന് വ്യക്തികളെയാണ് ഉത്തര കേരളത്തിൽ മതം മാറ്റിയത്. ഏതാണ്ട് അതുതന്നെയാണ് മൈസൂരിലും സംഭവിച്ചത്. യഥാർത്ഥത്തില് ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിന് ശേഷം അയാൾ ചത്തുകഴിഞ്ഞപ്പോ ഈ മതം മാറ്റത്തിന് വിധേയമായ, ഭീഷണി കൊണ്ടും വാൾമുന കൊണ്ടും മതം മാറ്റത്തിന് വിധേയരായ മുസ്ലിങ്ങള് ഇന്നത്തെ മലപ്പുറത്തും കോഴിക്കോടും കാസർഗോഡും തൃശ്ശൂരിന്റെ വടക്കേറ്റത്തുമുള്ള മുസ്ലിങ്ങള് കോഴിക്കോട് സാമൂതിരി അവരുടെ രാജാവിനെ ചെന്ന് കണ്ടു പറഞ്ഞു, ഞങ്ങൾ ഇഷ്ടത്തോടുകൂടിയല്ല മതം മാറിയത്, ഞങ്ങളെ ഭീഷണിപ്പെടുത്തി വാൾമുനയിൽ നിർത്തിയിട്ടാണ് മതം മാറ്റിയത്, ഞങ്ങൾക്ക് ഹിന്ദുധർമ്മത്തിലേക്ക് തിരിച്ചു വരണം. അപേക്ഷിച്ചു ഞങ്ങളെ ഹിന്ദുധർമ്മത്തിലേക്ക് കൊണ്ടുവരണം ശുദ്ധീകരിച്ച്. സാമൂതിരി അവിടെയുള്ള ആചാര്യന്മാരെ, വേദപണ്ഡിതന്മാരെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു എന്താണ് ചെയ്യേണ്ടത്. അവര് ദിവസങ്ങൾക്ക് ശേഷം കോഴിക്കോട് സാമൂതിരിയെ അറിയിച്ചു, വേദങ്ങളിലോ ഇതിഹാസങ്ങളിലോ പുരാണങ്ങളിലോ ദർശനങ്ങളിലോ ഉപനിഷത്തുക്കളിലോ മതം മാറിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു തരത്തിലുള്ള ശുദ്ധീകരണവും പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അവരതേപോലെ തന്നെ ജീവിക്കട്ടെ. ഇതായിരുന്നു ധർമാചാര്യന്മാര് സാമൂതിരിക്ക് കൊടുത്ത ഉപദേശം, വേദപണ്ഡിതന്മാര് കൊടുത്ത ഉപദേശം. അറിയണം, ഇതെല്ലാം ചരിത്രം അറിയണം. അതേ സമയത്ത് തന്നെ മൈസൂരിലെ വൊഡയർ രാജാവ് ഇതേ ദൗത്യം അവിടെയുള്ള വേദപണ്ഡിതരെ ഏൽപ്പിച്ചു. വേദപണ്ഡിതര് 2-3 ദിവസം ഇതേപോലെ സമയമെടുത്ത് പറഞ്ഞു, മനുഷ്യനെ പരിശുദ്ധീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, മനസ്സിനെ ശുദ്ധീകരിച്ചാൽ മതി. അതുകൊണ്ട് മതം മാറിയവരെ എല്ലാവരെയും പുണ്യാഹം കൊടുത്ത, തീർത്ഥജലം കൊടുത്ത, സമൂഹ യജ്ഞം നടത്തിയിട്ട് വരാൻ താല്പര്യമുള്ളവരെല്ലാവരെയും തിരിച്ചു കൊണ്ടുവരിക എന്ന് ആയിരുന്നു യഥാർത്ഥത്തിൽ വേദപണ്ഡിതര് മൈസൂർ രാജാവിന് ഉപദേശം കൊടുത്തത്. മതം മാറിയവരിൽ 70-75% പേരെയും തിരിച്ചു കൊണ്ടുവരാൻ മൈസൂരിൽ സാധിച്ചു. ഒരാളെയും തിരിച്ചു കൊണ്ടുവരാൻ ഉത്തര കേരളത്തിൽ സാധിച്ചില്ല. ധർമാചാര്യന്മാർ കൊടുത്ത ഉപദേശത്തിന്റെ വ്യത്യാസം ഇത് തന്നെയാണ് ജമ്മുവിലും കാശ്മീരിലും നടന്നത്. ജമ്മു കാശ്മീരിലല്ല, ജമ്മുവിലും കാശ്മീരിലും. ജമ്മു രാജാവ് തുറന്ന തീരുമാനമെടുത്തു, ഹിന്ദു ധർമ്മത്തിൽ ഭീഷണി കൊണ്ട് ഹിന്ദുധർമ്മം ഉപേക്ഷിച്ചു പോയവർക്ക് തിരിച്ചു വരാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കുന്നു ശുദ്ധീകരണത്തിലൂടെ എന്ന്. കാശ്മീർ രാജാവ് പറഞ്ഞു, പോയവരെ തിരിച്ചു വരാൻ സാധിക്കില്ല, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ജീവിക്കുക എന്ന്. ഇന്നും കാശ്മീരിന്റെ പ്രശ്നം, ഇന്നും ഉത്തര കേരളത്തിൽ വർഗീയതയുടെ പ്രശ്നമുണ്ടാക്കിയത് അന്നത്തെ ധർമാചാര്യന്മാരാണെന്ന് ഓർമ്മിക്കുക. മൈസൂർ ഇന്നും ശാന്തമാണ്, ജമ്മു ഇന്നും ശാന്തമാണ്. അതിന് കാരണം അന്നത്തെ ധർമാചാര്യന്മാരെടുത്ത ശരിയായ തീരുമാനമായിരുന്നു. ഇത് മനസ്സിലാക്കാൻ വിശ്വ ഹിന്ദു പരിഷത്തിലെ പ്രവർത്തകർക്കും ഹിന്ദു ഐക്യവേദിയിലെ പ്രവർത്തകർക്കും സാധിക്കട്ടെ. അഭിമാനത്തോടുകൂടി പറയുന്നു, എല്ലാ ക്ഷേത്രങ്ങളിലും സ്വാമി ചിദാനന്ദപുരി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ ക്ഷേത്ര ആരാധനയിൽ വിശ്വാസവും ക്ഷേത്രാനുഷ്ഠാനം പാലിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഹിന്ദു വിശ്വാസമുള്ളവരെ പ്രവേശിപ്പിക്കാനുള്ള ദൗത്യം ഇന്നു മുതൽക്ക് നമുക്ക് ഏറ്റെടുക്കാം. അത് സ്വാമി ചിദാനന്ദപുരിയാ പറഞ്ഞത്. ധർമാചാര്യന്മാരുടെ വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച ധർമാചാര്യന്മാരുടെ സമ്മേളനത്തില് അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് സ്വാമി ചിദാനന്ദപുരിയാണ്. അറിവും അതുപോലെ ജീവിതത്തില് പ്രായോഗിക അറിവും ഉള്ള ഏത് വിഷയങ്ങൾക്കും ഉത്തരം പറയാൻ സാധിക്കുന്ന, തുറന്ന മനസ്സുള്ള, ആത്മാഭിമാനമുള്ള, ഹിന്ദു എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള, ഉറങ്ങി തൂങ്ങിക്കിടക്കുന്ന ആചാര്യന്മാരെ പോലെ അല്ലാതെ ജീവിക്കുന്ന, ഹിന്ദുവിന്റെ എല്ലാ ധീരതയുമുള്ള, ശബരിമലയ്ക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ച മഹാനുഭാവൻ ഹിന്ദുവിന്റെ വികാരമറിയാം. അതുകൊണ്ട് സ്വാമി ചിദാനന്ദപുരി പറഞ്ഞിട്ടുണ്ട്, ഹിന്ദു ധർമ്മത്തിലെ ക്ഷേത്രാരാധനയിൽ വിശ്വാസമുള്ളവരും ക്ഷേത്രാനുഷ്ഠാനങ്ങൾ പാലിക്കുമെന്നുള്ളവരും, ഈ 2 കണ്ടീഷനേ ഉള്ളൂ. ക്ഷേത്രാരാധനയിൽ വിശ്വാസമുള്ളവരും ക്ഷേത്രാനുഷ്ഠാനങ്ങൾ പാലിക്കുമെന്നുള്ളവരും അവരെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കാം.
ഈ ക്ഷേത്ര ആരാധനയിൽ വിശ്വാസമില്ലാത്തവരും ക്ഷേത്രാനുഷ്ഠാനങ്ങളിൽ വിശ്വാസം ഇല്ലാത്തവരും ഹിന്ദുവാണെങ്കിൽ പോലും ആ ക്ഷേത്രത്തിൽ ഏതെങ്കിലും കർമ്മം ഉദ്ഘാടനം ചെയ്യാനോ ഏതെങ്കിലും വികസന പ്രവർത്തനത്തിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനോ ക്ഷണിക്കേണ്ടതില്ല. തന്നെത്താനെ വരികയാണെങ്കിൽ വരരുത് എന്ന് പറയാനുള്ള അവകാശം നമുക്കില്ല. ഹിന്ദുവായി ജനിച്ചവനകത്തേക്ക് വരരുത് എന്ന് പറയാൻ അവകാശമില്ലാത്തത് കൊണ്ട് അവരെ ക്ഷണിച്ചു വരുത്തി ഉദ്ഘാടനം ചെയ്യിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കർമ്മങ്ങളിൽ ഇൻവോൾവ് ചെയ്യിക്കുകയോ വേണ്ട. ഞാൻ ഇന്ന് അപേക്ഷിക്കുന്നു, 2023 ജനുവരി മാസം 24 തീയതി സ്വാമി ചിദാനന്ദപുരി പറഞ്ഞ വരികൾ എല്ലാ ക്ഷേത്രങ്ങൾക്കും ബാധകമാകട്ടെ. അത് ഇനി ഒരു ചർച്ചയൊന്നുമില്ലാതെ ക്ഷേത്ര ആരാധനയിൽ വിശ്വാസമുള്ളവരും ക്ഷേത്രാനുഷ്ഠാനങ്ങൾ പാലിക്കുന്നവരും ആണ് എന്നവര് പറഞ്ഞാൽ എഴുതി ഒപ്പിട്ട് തരേണ്ട കാര്യമൊന്നുമില്ല. അവര് പറഞ്ഞാൽ അവരെ സ്വാഗതം ചെയ്യുകയൊന്നും വേണ്ട. മറ്റേത് ഹിന്ദുക്കളും ക്ഷേത്രാരാധന നടത്തുന്ന മാതിരി അവര് നടത്തട്ടെ എന്ന് ഇന്നത്തെ സുപ്രഭാതത്തില് ആ മണ്ഡലത്തിൽ ഒരു അഭിപ്രായം പറയാൻ യോഗ്യതയുള്ള വ്യക്തിയായ ഗോപാലകൃഷ്ണൻ പ്രാർത്ഥിക്കുന്നു, നിർദ്ദേശിക്കുന്നു, അഭിപ്രായം പറയുന്നു. ഇനി ഏത് ക്ഷേത്രങ്ങളിൽ ഞാൻ പ്രഭാഷണത്തിൽ പോകുമ്പോഴും ഇത് തന്നെയായിരിക്കും പറയുക എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം.